പാലക്കാട് കഞ്ചിക്കോട് ട്രെയിനിടിച്ച് വീണ്ടും കാട്ടാന ചെരിഞ്ഞു എന്നുള്ളതാണ്. പന്നിമടയ്ക്ക് സമീപം ഇന്നലെ രാത്രി 11 മണിക്കാണ് അപകടം. വാളയാർ കഞ്ചിക്കോട് പാതയിൽ ഒരു മാസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ അപകടമാണിത്. നിഖിൽ പ്രമേഷ് സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് വിവരങ്ങൾ? അപകടം എങ്ങനെ നിഖിൽ? ടി കെ, ഇന്നലെ രാത്രി 11-നും 12-നും ഇടയിലാണ് ഈ അപകടമുണ്ടായി കാട്ടാന ചെരിയുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഏതാണ്ട് 20-നും 30-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന കാട്ടാനയാണ്, പിടിയാനയാണ് ചെരിഞ്ഞത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ മേഖലയിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ അപകടമാണിത്. ഇത്തരത്തിൽ ട്രെയിൻ ഇടിച്ച് മരിക്കുന്ന രണ്ടാമത്തെ കാട്ടാനയാണിത്. തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈയിലേക്ക് പോകുകയായിരുന്ന ട്രെയിനാണ് ഇടിച്ചത്. ഏതാണ്ട് 11-നും 12-നും ഇടയിൽ എന്നാണ് വനംവകുപ്പ് നൽകുന്ന വിവരം. ഇപ്പോൾ ഈ കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപമാണ് ഈ അപകടമുണ്ടായത്. ട്രെയിൻ ഇടിച്ച്, അതായത് ഈ ഭാഗത്താണ് ഈ ട്രാക്ക് ഉള്ളത്. നമുക്ക് ഇപ്പോൾ ഈ ആനയുള്ളതിന് തൊട്ട് സമീപത്തായി തന്നെ ട്രാക്ക് കാണാൻ വേണ്ടി കഴിയും. അവിടെ നിന്ന് ട്രെയിൻ ഇടിച്ച ഈ പിടിയാന ഏതാണ്ട് ഒരല്പ ദൂരം നടന്ന് ഈ ചെളിക്കുളത്തിൽ വീണു പോവുകയായിരുന്നു. ആനയുടെ ഈ തലയുടെ ഭാഗത്താണ് ട്രെയിൻ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തന്നെ ഏതാനും നിമിഷങ്ങൾക്ക് അതിന് അന്ത്യം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ആനയുടെ ചിത്രങ്ങൾ, അത് നിരന്തരം ഈ ജനവാസ മേഖലയിൽ എത്തുന്ന ആന തന്നെയാണ്. അതിന്റെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതായത് ഇത് ട്രെയിൻ ഇടിക്കുന്നതിന് മുൻപുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നിരന്തരം ആ ജനവാസ മേഖലയിൽ ഈ കാട്ടാനകൾ കൂട്ടത്തോടെ തന്നെ എത്താറുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെയാണ് മറ്റൊരു ആന കൂടി ഇത്തരത്തിൽ ട്രെയിൻ ഇടിച്ച് അപകട നിലയിലാകുന്നതും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ചികിത്സ നൽകുന്നതിനിടെ ഇത് ചെരിയുന്ന സാഹചര്യവും ഉണ്ടായത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ്. നിരന്തരം ആനകൾ കടന്നു പോകുന്ന ഒരു പാത എന്നുള്ള നിലയ്ക്ക് ഇവിടെ ആനകൾക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ആനത്തറ തന്നെ, ഒരു അണ്ടർ ബ്രിഡ്ജ് തന്നെ, അടിപ്പാത തന്നെ നിർമ്മിച്ച് നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം കൂടി. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന തുടർ നടപടികൾ അതെങ്ങനെയായിരിക്കും നിഖിൽ? റിജിത്ത്, അല്പസമയത്തിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ, അതായത് രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുവേണ്ടി വെറ്ററിനറി സർജൻ അടക്കം എത്തിച്ചേരും. എന്തായാലും ലോക്കോ പൈലറ്റിനെതിരെ നടപടി എടുക്കണമെന്നുള്ളത്, അതായത് ഈ ട്രെയിൻ ഇടിച്ച സംഭവത്തിൽ വനവകുപ്പിന്റെ നിലപാട് എന്നുള്ളത് ലോക്കോ പൈലറ്റിനെതിരെ കേസെടുക്കണം എന്നുള്ളതാണ്. ആ തരത്തിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുക. നേരത്തെ ഇത്തരത്തിൽ ട്രെയിൻ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും സമാനമായിട്ടുള്ള നിലപാടുകൾ തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. കാരണം നിരന്തരം ഇങ്ങനെ ഇത്തരത്തിൽ ആനകൾ ഈ ഭാഗത്ത് നമുക്കറിയാം വേഗ നിയന്ത്രണം അടക്കമുണ്ട്, ട്രെയിനുകൾക്ക് വേഗ നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് പലപ്പോഴും പാലിക്കാൻ തയ്യാറാകാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നിരന്തരം ഈ കാട്ടാനകൾ ട്രെയിൻ ഇടിച്ച് ചെരിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് വനവകുപ്പ് നിലപാട് കർക്കശമാക്കുന്നത്. അവരുടെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. വളരെയധികം വേദന അനുഭവിച്ചിരിക്കണം ഈ പിടിയാന എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവിടെ നിന്ന് ഈ ട്രെയിൻ ഇടിച്ച ശേഷം ഏതാണ്ട് ഒരു 200 മീറ്റർ ഇപ്പുറമാണ് ഇത് ചെരിഞ്ഞത്. അതായത് ഈ ചെളിക്കുളത്തിലാണ് ചെരിഞ്ഞത്. അത്രയധികം സമയം ഒരുപക്ഷെ പ്രയാസപ്പെട്ട് ഇങ്ങോട്ട് നടന്നു വന്ന ശേഷമായിരിക്കും ചെരിഞ്ഞിരിക്കുക. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം തന്നെ വളരെ നന്നായി അറിയാവുന്ന ആനക്കൂട്ടത്തിലുള്ള ഒരു ആനയാണ്. കാരണം നിരന്തരം ഈ മേഖലകളിൽ, ജനവാസ മേഖലകളിലേക്ക് ആനകൾ ഇങ്ങനെ കൂട്ടത്തോടെ എത്താറുണ്ട്, കൃഷിയും മറ്റും നശിപ്പിക്കാറുണ്ട്, അതിനുശേഷം മടങ്ങുകയാണ് പതിവ്. അത്തരത്തിൽ തന്നെ കൂട്ടമായി എത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും വനവകുപ്പിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ലോക്കോ പൈലറ്റിനെതിരെ നടപടി എടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ വനവകുപ്പ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് റെയിൽവേയും അവർ അറിയിക്കും. വനവകുപ്പിന്റെ ഒരു പ്രാഥമികമായ അന്വേഷണം, റെയിൽവേയുടെ അന്വേഷണവും നടക്കും. അതിൽ കൃത്യമായ നിലപാടെടുക്കാൻ തന്നെയാണ് വനവകുപ്പിന്റെ തീരുമാനം. റിജിത്ത്. ശരി, നിഖിൽ പ്രമേഷ് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പാലക്കാട് കഞ്ചിക്കോട് ട്രെയിൻ ഇടിച്ച് വീണ്ടും കാട്ടാന ചെരിഞ്ഞിരിക്കുന്നു. പന്നിമടയ്ക്ക് സമീപം ഇന്നലെ രാത്രി 11 മണിക്കും 12 മണിക്കും ഇടയിലാണ് അപകടം എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർ നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോവുകയും ചെയ്യും. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു.